ഭരണ തുടർച്ച വേണ്ട എന്ന പ്രസ്താവനയ്ക്കെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെ സച്ചിദാനന്ദൻ. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. സൈബർ ലോകത്ത് വിമർശിക്കുന്നവർ തൻ്റെ പുസ്തകം വായിക്കാത്തവരും തന്നെ അറിയാത്തവരുമാണെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ എഴുതി. നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, എന്താണ് അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം എന്താണ് ഈ കാര്യത്തിൽ? നിഷാദ്, ഈ തുടർഭരണം വേണ്ട എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തിയ സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള എഴുത്തുകാർക്കെതിരെ വലിയ പരിഹാസവും ആക്ഷേപവും സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിന് മറുപടിയായാണ് സച്ചിദാനന്ദൻ തന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾ എത്ര പേർ ജാക്ക് റാൻസിയറെ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. താൻ പറഞ്ഞ പല കാര്യങ്ങളും മാർക്സിസ്റ്റ് ചിന്തകർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാണ് കവി വ്യക്തമാക്കുന്നത്. ജനാധിപത്യത്തിൽ തുടർച്ച എന്നുള്ളത് ഇടയ്ക്ക് അൾട്ടർനേറ്റീവുകൾ വരണമെന്ന് പല മാർക്സിസ്റ്റ് ചിന്തകളും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഈ കാര്യമാണ് താൻ സൂചിപ്പിച്ചതും. തന്നെക്കുറിച്ച് അറിയാത്തവരാണ് സൈബർ ഇടങ്ങളിൽ തന്നെ ആക്രമിക്കുന്നത്. താൻ ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഏത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരുടെയോ പിറകെ പോയിട്ടില്ല. തൻ്റെ കഴിവിനും തൻ്റെ ആത്മാർത്ഥതയ്ക്കും പറ്റിയ സ്ഥാനങ്ങൾ കാലാകാലങ്ങളിൽ തന്നെ തേടി വരികയായിരുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. തൻ്റെ പുസ്തകം വായിക്കാത്തവരോ തന്നെക്കുറിച്ച് അറിയാത്തവരോ ആണ് ഇവർ. അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ കസ്റ്റഡിയിലെടുത്ത കാര്യമോ കൽബുർഗിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് താൻ സാഹിത്യ അക്കാദമിയിൽ നിന്നും പുറത്തുപോയ കാര്യങ്ങളോ ഇവർക്കറിയില്ല. ഫാസിസത്തിനെതിരെ നേരത്തെ തന്നെ നിലപാടെടുത്ത ആളാണ് താൻ. 85 മുതൽ ഫാസിസത്തിനെതിരെ നടത്തുന്ന പ്രസ്താവനകളിൽ പലതും ഇവർക്കറിയില്ല. ഇത്തരത്തിലുള്ളവരാണ് തനിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്നത്. താൻ ഒരിക്കലും അധികാരത്തിനും സ്ഥാനത്തിനുമായി പുറകെ പോയിട്ടില്ല എന്നുള്ളതുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന വിഷയം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണ തുടർച്ച സംബന്ധിച്ച പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് കവി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നേരത്തെ CPM അദ്ദേഹത്തിന്റെ ചിന്ത മാത്രമാണ് ഇതെന്ന് പറഞ്ഞ് ഇതിലൊരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിരുന്നെങ്കിലും കരിവള്ളൂർ മുരളി കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം സച്ചിദാനന്ദനെതിരെ ഒരു വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തനിക്ക് ഓർമ്മയും യുക്തിയും ഇല്ലാതെ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രതികരണങ്ങളിൽ ഓർമ്മയും യുക്തിയും നഷ്ടമാകുന്നതായി സച്ചിദാനന്ദൻ ഈയിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരം വിചിത്രമായ ഒരു പ്രസ്താവനയായി മാത്രമേ കേരളം ഇതിനെയും കാണൂ. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഈ കൗശലം കേരളം സ്വീകരിക്കില്ല എന്നാണ് കരിവള്ളൂർ മുരളി അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സച്ചിദാനന്ദന്റെ പോസ്റ്റിന് വിമർശനവും മറ്റും വരുമ്പോൾ അദ്ദേഹം തന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.